ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും പറ്റിയാണ്. നമ്മളാണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരാളോട് പിണങ്ങും. പക്ഷേ ആ പിണക്കം ഒരുപാട് നേരത്തേക്ക് നീണ്ടു നിൽക്കരുത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ വലിയൊരു ഗാലക്സി കഴിഞ്ഞ് വരുമ്പോൾ ഭൂമി കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോൾ താഴ്വാരങ്ങളും കുന്നുകളും കയറി ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്ത് വന്നെത്തും. ആ സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്കായിട്ടോ അല്ലെങ്കിൽ നടുക്കായിട്ടോ നമ്മുടെ വീടുണ്ടാവും. അവിടെ നമ്മൾ ഇത്രയും കാണും. ദൈവം മേളിൽ നിന്ന് ഭൂമിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാണത്തുള്ളൂ. നമ്മൾ പിണങ്ങിയ ആളും അത്രയും കാണത്തുള്ളൂ. ദൈവം ഒരു തട്ട് വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ വിസ ഏറി എങ്ങോ പോകും. എന്നിട്ട് അവിടെ പോയി റിഗ്രറ്റ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നാളെ എന്താണെന്നറിയാതെ ഈ ജീവിതത്തിൽ പിണക്കങ്ങൾക്ക് സ്ഥാനമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് സൗഹൃദങ്ങളും കുറച്ച് മെമ്മറീസും മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കാശിൻ്റെ ആണെങ്കിലും അല്ലാതെ എന്തിൻ്റെ ആണെങ്കിലും അഹങ്കാരം കാണിക്കുന്നതൊന്നും അവിടെ വിലയാവത്തില്ല. അപ്പം ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ പഠിക്കുക. അപ്പം നമ്മൾ പിണങ്ങുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും, അയ്യോ അവൻ എൻ്റെ കൂട്ടുകാരൻ, അല്ല അയ്യോ അവൻ എൻ്റെ ഒരു അയൽവക്കക്കാരൻ, അവനോട് പിണങ്ങിക്കഴിഞ്ഞാൽ ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഇങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പിണങ്ങാനൊന്നും നമ്മൾ മടിക്കും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ പഠിക്കും. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.